ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട്. അതായത് നമ്മളിപ്പോ പുതിയ ആൾക്കാരൊക്കെ ചോദിക്കും കേരള സിമെന്റ് ഡീലേഴ്സ് അസോസിയേഷനെ കൊണ്ട് എന്താണ് ഗുണം, എന്താണ് ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ സിമെന്റ് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നാണ്. സാധാരണ ഒരു ഡീലറാണെങ്കിൽ കമ്പനിയിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വരെ നമുക്ക് കിട്ടാനുള്ള ഒരു അവകാശം ഉണ്ടായില്ല. അത് ഏകദേശം 6 or 7 ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരല്. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് നമ്മൾക്ക് ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ KCDA ശക്തമായ ഇടപെടൽ കൊണ്ടാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അതേപോലെ റീറ്റെയിൽ വ്യാപാരികൾ മുമ്പ് ചെറിയ ലാഭത്തിൽ തന്നെ വിറ്റുകൊണ്ടിരിക്കുന്ന നമ്മൾ 50 പൈസയും 75 പൈസയും 30 പൈസയെല്ലാം മുമ്പ് ഉണ്ടായിരുന്നു. അത് മാറി ഇന്ന് ഒരു റീറ്റെയിൽ ബെനിഫിറ്റ് കമ്പനി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എന്നാലും ഇന്നും ചിലതിലൊക്കെ അവരവരെ മാർജിൻ കട്ട് ചെയ്ത് വിൽക്കുന്നുണ്ടാവും. അതൊരു വേറെ ഒരു അവസ്ഥയാണ്. പക്ഷെ ഇന്നകത്തല്ല, ഈ ഒരു ലെവലിലേക്ക് മുഴുവനും കൊണ്ടുവന്നത് നമ്മുടെ ഈ KCDA പ്രസ്ഥാനമാണ്. നമ്മുടെ ഈ മുൻകാലങ്ങളിൽ അവര് നാട്ടുകാർക്ക് മുഴുവൻ ക്രെഡിറ്റ് കൊടുത്ത് ക്രെഡിറ്റ് വാങ്ങിച്ചു. ഒരു ഹോൾസെയിൽ ഡീലറോട് ക്രെഡിറ്റ് വാങ്ങിച്ചു. മൊത്തം നാട്ടുകാർക്ക് ക്രെഡിറ്റ് കൊടുത്തു. ഒരു 2 വർഷം കൊണ്ട് ഒന്ന് കംപ്ലീറ്റ് തണുപൂട്ടി. ആകെ അവന്റെ മനസ്സിന്റെ താളം തെറ്റി. അതുകൊണ്ട് അവന് ചെറുനാട് പുറകിൽ വന്നിട്ട് ചാടി. ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണം. എൻ്റെ ഒരു ചെറിയൊരു സജഷൻ ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രെഡിറ്റ് കൊടുത്താലും ഈ ക്രെഡിറ്റ് ഞങ്ങൾക്ക് കിട്ടാതെ ചില പാർട്ടി എന്ന് പറഞ്ഞാൽ ചില കോൺട്രാക്ടേഴ്സ്, അതുപോലെ ചില ഒരു ബിൽഡേഴ്സ് അവർ സാധനം കൊണ്ടുപോയാൽ പൈസ തരില്ല. ഇതിന് പോകുമ്പോൾ ഉണ്ടെങ്കിൽ ഈ ആര് ക്യാഷ് തരുന്നില്ല, ആര് നമ്മളെ കബളിപ്പിക്കുന്നത്, അവരുടെ ഫോട്ടോ അവരുടെ അഡ്രസ് അടക്കം ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കണം. അതൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് അത് നിങ്ങളെല്ലാവരും സമ്മതം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ന് തന്നെ അത് ഇൻട്രൊഡ്യൂസ് ആക്കണം. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒരു വഞ്ചന നടത്തുന്ന ഒരു ടീമാണ് ഈ കുറെ ഇപ്പോൾ പുതിയതായിട്ട്. ഒരുപാട് മുമ്പ് 30-35 വർഷം മുമ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ സിമെന്റ് ബിസിനസ്. ഒരു 10-20 വർഷം മുമ്പ് വരെ അത് ആ വിശ്വാസം നല്ല ജനങ്ങളിൽ തമ്മിലുണ്ടായിരുന്നു, കച്ചവടക്കാരനും പിന്നെ പാർട്ടി. പക്ഷെ ഇപ്പോൾ ആ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി. 2 മണി വരെ, ഇപ്പൊ 2 മണിയായി, ഇതുവരെ നിങ്ങൾ എല്ലാവരും എല്ലാ സഹിച്ച് ക്ഷമിച്ച് എല്ലാ പ്രസംഗം എല്ലാം തന്നെയാണ്. എങ്കിൽ പോലും 2004 നമ്മുടെ സംഘടന രൂപം കൊണ്ടത്. എങ്ങനെ രൂപം കൊണ്ടു എന്നുള്ളതിനെ പറ്റി നമുക്ക് പുനർചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കും. നാം എല്ലാവരും അസംഘടിതരായിരുന്ന ഒരു കാലഘട്ടത്തിൽ സിമന്റ് കമ്പനികളിൽ നിന്നും GST അല്ലെങ്കിൽ സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ അതിപ്രസരം കൊണ്ടും അവരിൽ നിന്നെല്ലാം ഏറ്റുവാങ്ങിയ പല വിധങ്ങളിലായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി നമ്മുടെ കച്ചവടം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ തുച്ഛമായി, നേരത്തെ ആരും പ്രസംഗിച്ചപ്പോൾ തന്നെ പറഞ്ഞു, വളരെ തുച്ഛമായ മാർജിൻ മാത്രമേ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. 50 പൈസ, 1 രൂപ അല്ലെങ്കിൽ 2 രൂപ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അതിൽ നിന്ന് പിടിച്ചു പറിക്കാൻ വേണ്ടി ചുമട്ട് തൊഴിലാളികളും GST അല്ലെങ്കിൽ സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റും പോലെ ഉള്ള ആൾക്കാർ. അപ്പൊ നമ്മൾ ഇതെല്ലാത്തരം സഹിച്ച് നമുക്ക് വേണ്ടാൻ പറ്റാത്ത ഒരു അവസരത്തിൽ നമ്മളെല്ലാം ക്ഷമിച്ച് സഹിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്ഷമ നമ്മുടെ പരിധിക്ക് അപ്പുറത്തായ സമയത്താണ് നമുക്കിത് ഇങ്ങനെ പോയാൽ പറ്റില്ല, നമുക്ക് ജീവിക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് മുമ്പോട്ട് പോകണം, നമുക്ക് തൊഴിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്ത വന്നപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നമ്മുടെ ആൾക്കാർ സംഘടനയുടെ അന്ന് കേരള സിമന്റ് ഡീലേഴ്സ് അസോസിയേഷന്റെ ഏറ്റവും വലിയൊരു വേറൊരു ഗുണം, കേരളത്തിൽ എവിടെ എന്താവശ്യം വന്നാലും നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. കാരണം കേരളത്തിന്റെ മുക്കിലും മൂലയിലും
എല്ലായിടത്തും സിമന്റ് കച്ചവടക്കാരുണ്ട്. പക്ഷെ സിമന്റ് കച്ചവടക്കാര് സമൂഹത്തിന് കുറച്ച് ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പക്ഷെ നമ്മുടെ പോക്കറ്റ് ധൈര്യത്തിന് കീറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇനിയുള്ള അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ നല്ല ലാഭം ഉണ്ടാക്കി നമ്മുടെ ബിസിനസ് നിലനിർത്തത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിൽ കൂടിയുള്ള ബിസിനസ് തന്നെ ബിസിനസ് രീതി നമ്മൾ സംജാതമാക്കണം. കാരണം ഇന്ന് നമുക്കറിയാം സിമെന്റിന്റെ വില ഏകദേശം 5-6 വർഷം മുമ്പുള്ള റേറ്റിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. സിമെന്റ് കമ്പനികൾക്ക് നിലനിൽക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ. ഓരോരോ വലിയ വൻകിട സിമെന്റുകളും കമ്പനികളും മറ്റു കമ്പനികളെ വാങ്ങി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആദിത്യ ബിർള, ഇന്ത്യ സിമെന്റ്സ് എന്ന് പറഞ്ഞാൽ സൗത്ത് കേരളയിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ നല്ല പ്രസൻസ് ഉള്ള ഒരു നല്ല നെറ്റ്വർക്ക് ഉള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിക്ക് പോലും നിലനിൽക്കാൻ സാധിക്കാതെ കുമാരമംഗലം ബിർള ഗ്രൂപ്പ് അത് വാങ്ങിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ബിർള ശക്തി, അതുപോലെ തന്നെ മറ്റു കമ്പനികൾ ഇപ്പം അദാനി ACC വാങ്ങിച്ചു, അംബുജ വാങ്ങിച്ചു, അതുപോലെ തന്നെ മഹ വാങ്ങിച്ചു. അങ്ങനെ കുറെ കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് അതിന്റെ കാരണം എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം നമ്മൾ വിൽക്കുന്ന വില ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അത് മത്സരം അതിന്റെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിൽ എല്ലായിടത്തും അതിന്റെ എല്ലാ അർത്ഥത്തിലും ഇതായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആർക്കും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ സിമെന്റ് കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റ് അവർക്ക് കടം വാങ്ങി മറ്റുള്ളവർക്ക് കടം കൊടുത്ത് അവസാനം നിൽക്കക്കളി ഇല്ലാതായപ്പോൾ കടക്കാരന് വാങ്ങിച്ചവന് കയ്യിൽ നിന്ന് ആ പൈസ കൊടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു കേസ് കുറച്ച് മുമ്പ് ആദ്യം തന്നെ നമ്മുടെ അധ്യക്ഷനായ നിങ്ങളുടെ പ്രിയങ്കരായ ജില്ലാ പ്രസിഡന്റ് സുരേഷായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അവസ്ഥ നമുക്ക് ഇനി ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കുടുംബം നമ്മൾ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ സിമെന്റ് ബിസിനസ് ആയിട്ട് തിരഞ്ഞെടുത്തത്. ജീവിതകാലം മൊത്തം ആവശ്യമായ ഒരു പ്രോഡക്റ്റ് ആണ് സിമെന്റ്. അവസാനം മരിച്ചു കഴിയുമ്പോഴും ഏത് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്കാണെങ്കിലും അല്പം സിമെന്റ് അത്യാവശ്യമാണ് നമുക്ക് അവസാന സമയത്ത് ഏത് വിഭാഗത്തിലുള്ളതാണ്. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള പ്രാധാന്യം അറിയിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സിമെന്റ്. ഒരിക്കലും നമ്മൾ നമുക്ക് തടയപ്പെടേണ്ട ആവശ്യം വരില്ല. നമുക്ക് എന്നും നമുക്ക് ആ ബിസിനസ് കൊണ്ട് ലാഭം ഉണ്ടാകും എന്ന് കരുതി തന്നെയാണ് നാം ഓരോരുത്തരും ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനി ഇപ്പോ കുറേയേറെ പേർ ഇപ്പൊ തന്നെ ഈ മേഖലയിൽ നിന്ന് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇനി അങ്ങനെ ഒരു അവസ്ഥ വരരുത്. നമ്മളെല്ലാവരും ലാഭമെടുത്ത് നമുക്ക് നിലനിൽക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ തൊട്ടടുത്ത ഡീലറെ വിളിച്ച് ഇപ്പൊ നേരത്തെ സുരേഷായിട്ട് പറഞ്ഞാല് മോഹൻലാലിയെ വിളിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞാല് ഗോവിൽജിയെ വിളിച്ച് സംസാരിക്കാം, പപ്പേട്ടനെ വിളിച്ച് സംസാരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വിളിച്ച് സംസാരിച്ചുകൊണ്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം. അതുപോലെ തന്നെ കടം കൊടുക്കുന്ന കാര്യത്തില് ഒരു ദാക്ഷിണ്യം വേണ്ട. ഇന്ന് ഒരുപാട് പേര്, കാരണം നിങ്ങൾക്കറിയാം എല്ലാ ബിസിനസ്സും തകർന്ന തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരാളുടെ കയ്യിലും പൈസ ഇല്ല. ചെറുകിട ബിസിനസ്സുകാരെല്ലാവരും തരിപ്പണമായിരിക്കുകയാണ്. അവരുടെ കയ്യിലെല്ലാം ഫണ്ടില്ലാത്ത ഒരവസ്ഥയാണ്. ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പണ്ടൊക്കെ സിമെന്റ് കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ചാരിതാർത്ഥ്യത്തോടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വർഷം ഈ 2025 ഒട്ടും മോശമാവില്ല. 2025-26 സാമ്പത്തിക വർഷത്തില് നിങ്ങൾ ഓരോരുത്തരും നല്ലൊരു ബിസിനസ് ചെയ്തുകൊണ്ട് നല്ലൊരു ലാഭം ഉണ്ടാക്കിക്കൊണ്ട് അടുത്ത 2026 ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിരിച്ച മുഖത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഏറ്റവും സ്നേഹത്തോടുകൂടി ഇരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം കാണാൻ എനിക്ക് സാധിക്കും എന്ന് സാധിക്കണേ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഒത്തിരിയേറെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. English itself. Sorry, I don't know about Malayalam. Then I had so many friends from Kerala, and they are very close to me, and they tried to teach me Malayalam, from speaking some words and all. And they were very close to me, and I told at the last, how can I learn Malayalam very easily? That one, my friend, he told that go to Malayali films. So I tried to see the Malayali films. I went to the film theatre to see Mammootty's Mohan Kumar, no? Mohan Lal, and very especially Shakil.
They were guided me, and after that, we are having busy schedule after 10 o'clock. We had 3 hours in the morning, busy schedule, so I stopped to learn Malayali and to see the Malayali pictures. There is no such habit to see the pictures in my life. So, it's a great thing to remember that past 3 years on this day. So, it is the repetition, the world is round, we can meet again and again. Maybe some friends, maybe we had from Thiruvananthapuram and different Kasaragod, different places. I had nearly 50 to 60 very good friends. When I am going there, and I contested from the president of Law College Students Union, they were all supported me day and night, worked, and at the last moment we lost the election. That's all, they are worrying more than me. You are not one and like that. The most used item is cement. The cement is very essential. We are all the dealers. We are building the world. We are building the universe. We are building new India. We are building new Kerala, or new Udupi, or new Manipal, or new Bangalore. But this organization, Kerala Cement Association, see, we are, when we were somewhere in meetings with companies meetings, then we thought that to have an organization like Kerala Cement Association, of the members for the rate, for the some logical reasons. So that was the inspiration by your organization to have an organization in Bangalore and Udupi. 2 districts we jointly we started one organization. After that came our Corona. In every world, the businessman in this world are always telling about the Corona, otherwise he cannot finish his story. The Corona which destroyed everything, every dreams of the people. I feel nowadays what we are showing smile on our faces, it is not the real smile after Corona, which helps the society to construct, to build the economy of the nation. Nobody is aware about it, but cement is very necessary, steel is very necessary, and we the people are very necessary to the society. We the cement dealers are very much necessary to the society. So what is the relationship with the society and us is, we are dealing the society as a customer and we are the dealers. We are always having a slogan that my customer is God. My customer is God. How the officials actually, we don't know what type of dealing they were dealing with the different dealers. And another thing, that is the system in the society. See, GST officials, government system is there, transport system is there. After all, there nowadays, the government is fully supporting, the officials are fully supporting us. I appreciate the new GST officials. 99% they are supporting the business people. And maybe there are some mistakes, major mistakes which they are coming. But we are trying to have a very good, honest business in our shop. Friends, why I am telling all these things is, Ekata mein Shakti hai. If we come together, we have to love each and every dealer. And we have to help them, we have to love them. And I should become a well-wisher of another cement dealer. And by that we can survive, by that we can solve some major problems in our business. In our meeting, what we are telling to of living, and we have to jump. We should be very fast. The technology is developing. Maliga sir is always talking about some websites we have to create, and directly the customer enter to the website like Amazon and what else. So the customer will contact the local dealers, and we are going to distribute the cement after making the payment.
Otherwise, we cannot go for the credit business. So this will be supporting. There are so many ways to go technically to improve our business, improve our life, and we have to enjoy our life after all. So I am not a orator, so you heard. So any mistakes are that, please excuse me. And very, very thankful to you to be present here, to be sit with you, to have hear you. Very, very thankful to you. അതിന്റെ ഫലങ്ങളാണ് നമ്മുടെ ഇന്ന് അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇന്ന് നമ്മുടെ GSCC സിമന്റ് അദാനി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതുവഴി ഒരു 2-3 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ 2-3 സിമന്റ് കമ്പനിക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ സിമന്റ് കമ്പനിക്കാർ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അവർ തന്നെ അതിന്റെ വില അവർ നിശ്ചയിക്കും, അവര് ടേംസ് അവര് ഡിക്റ്റേറ്റ് ചെയ്യും. അപ്പോഴുള്ള വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഈ നമ്മളെ ഇവർക്ക് കൊടുക്കുന്ന നിയമോപദേശകന്മാർ, ലീഗൽ അഡ്വൈസേഴ്സ്, ഇവരും എവിടുന്നായിരിക്കും? ഇതേപോലെ കോർപ്പറേറ്റ് ലീഗൽ ഹൗസിലായിരിക്കും. അതായത് ഇതൊരു കോർപ്പറേറ്റ് വൽക്കരണമാണ് ഏത് മേഖലയിലും നടക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഈ ഇന്ത്യയുടെ വികസന പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നതാണ് നിർമ്മാണ മേഖല, സംഭാവന നൽകുന്നതാണ് സിമന്റ് കമ്പനിക്കാർ. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോഴേ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഈ ഗവൺമെന്റ് ഫണ്ടിങ്, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് ഫണ്ടിങ് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സിമന്റ് വ്യാപാരം. ഈ ഗവൺമെന്റ് ഫണ്ടിങ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ റെഡിമെയ്ഡ് വിൽക്കാനൊന്നും സ്ഥാപനത്തിനൊന്നും വലിയ ആവശ്യം, അപ്പം അതിലൊന്നും വലിയ തടസ്സങ്ങളൊന്നും വരില്ല. പക്ഷേ ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തും 1,25,00,000 രൂപ അടക്കാൻ വേണ്ടി സർക്കാരിന്റെ ജപ്തി നോട്ടീസ്, അയാളെ വീട് ജപ്തി ചെയ്താണ് വെച്ചിട്ടുണ്ട്. വ്യാപാരി ഏറ്റെടുത്ത് വരുന്നത്. വ്യാപാരി വന്നപ്പോ ഞാൻ ആ ഫയലിൽ നോക്കിയ സമയത്ത് സങ്കടകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ വിവരം കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ എന്താ പറയേണ്ടത്, എത്ര കച്ചവടക്കുന്നത്, ഞാൻ എന്റെ പാസ്വേഡ് എന്നാണ്, എന്റെ ഈ കാര്യങ്ങളിൽ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അതുപോലെ തന്നെ GST മാത്രം ഇൻകം ടാക്സ്, GST നിയമം ശരിക്കും സർക്കാർ നടപ്പിലാക്കിയത് പണ്ട് ഈ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് മൊത്തം 1 രൂപ കേന്ദ്ര ഗവൺമെന്റിന് വരുമാനം കിട്ടുന്ന സമയത്ത് അതിൽ 3-4 സ്ഥാനമായിരുന്നു ഇൻകം ടാക്സിന് ഉണ്ടായിരുന്നത്. ഇന്ന് GST വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു ഇൻകം ടാക്സിനാണ് ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന് വരുമാനം കിട്ടുന്നത് ഇൻകം ടാക്സ് എന്നാണ്. നമുക്ക് തന്നെ അറിയാം, ഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ ഡിസംബർ ആകുമ്പോഴത്തേക്ക് സർക്കാർ അവരെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത്. നിങ്ങളെ ഇൻകം ടാക്സിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് GSTയിലെ കൂടി ഗവൺമെന്റ് കരുതുന്നത്. അപ്പം നമ്മുടെ കച്ചവടം നല്ല രീതിയിൽ നല്ല കണക്കുകൾ സൂക്ഷിച്ച് ചെയ്യുക, അത് വളരെ പ്രധാനമാണ്. കൂടുതലൊന്നും പറയാനില്ല. ഈ ജില്ലാ സമ്മേളനത്തിന് എല്ലാവിധ ഭാവങ്ങളും ചേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. I have seen my client, my customer, coming to my shop for 10 years, 20 years. And one fine day, he just left me because somebody is giving 5 rupees cheaper. So whatever service you have given them is gone. Similarly, companies who I thought were supporting me for many years, one fine day they appointed 5 other dealers and ruined my business. So when we do business, I always tell the people, please only think of yourself. Don't think for anybody else. Don't think for company. All the crown they give you, tomorrow they will take it in 5 minutes. Number one. So please look at your balance sheet every year and see where do you spend. ഒരു സംഘടനയ്ക്ക് വിചാരിച്ചാൽ മാത്രമേ പറ്റൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ ഇതിപ്പോ പറഞ്ഞ കോർപ്പറേറ്റിന്റെ മറ്റൊക്കെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് 1% ആളുകളുടെ കയ്യിലാണ് 70%-ലധികം, ശരിക്കും പറഞ്ഞാൽ 72.8 എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക്. ഇന്ത്യയുടെ വെൽത്ത് മുഴുവൻ കിടക്കുന്നത് 1% ആളുകളുടെ കയ്യിൽ. 10% ആളുകളുടെ കയ്യിൽ. 1% ആളുകളുടെ കയ്യിലാണ് ഇന്ത്യയിലെ 53% സ്വത്തും കയ്യിൽ കിടക്കുന്നത്. 1% ആളുകളുടെ കയ്യിലാണ്. താഴെ മേലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 50% ആളുകളുടെ വെൽത്ത് എന്ന് പറയുന്നത് 4%, ടോട്ടൽ GDPന്റെ 4% മാത്രമാണ്. 140 കോടി ജനങ്ങളിൽ 70 കോടി ജനങ്ങളുടെയും ഷെയർ എന്ന് പറയുന്നത്.
അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം ഇത് വിചിത്രമായ മറ്റൊരു കണക്ക്, നമ്മുടെ GST കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ GST കോൺട്രിബ്യൂഷന്റെ 64% വരുന്നത് 4% വെൽത്ത് മാത്രം കൈയടക്കിയിരിക്കുന്ന ഈ 50% ആളുകളുടെ കയ്യിൽ നിന്ന് ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കണം എന്നുള്ളത്. നമ്മളോട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടാവും, അത് നമ്മൾ കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ട് എന്നാണ് നമ്മൾ പറയുക. നമ്മുടെ GST അപ്ലോഡ് ചെയ്യാത്ത ഇതായിരുന്നു നമ്മൾ നേരത്തെ ഏറ്റവും അലട്ടിക്കൊണ്ടിരുന്ന വാറ്റ് പീരീഡിലൊക്കെ ഉണ്ടായിരുന്നത്. വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് നമ്മൾ സപ്ലൈ ചെയ്തു, അതുകൊണ്ട് ആ വാല്യൂ ഇത്രയും വാല്യൂന്റെ വിലയും കൂടെ വാറ്റ് അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നേരത്തെ കേസ്. അവസാനം കേസ് പറഞ്ഞു അതിനേക്കാൾ കുറഞ്ഞതായാൽ മാത്രമേ പ്രശ്നമുള്ളൂ, അതൊരു എത്രത്തോളം ന്യായമാണെന്ന് അറിയില്ല, കൂടിയതായാൽ മാത്രമേ അടക്കണ്ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കോടതി വിധിയില്ല, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയില്ല. എന്നാൽ ആ ഇഷ്യൂ GST ഇല്ല. കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ട് GST ബാധകമല്ല, അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ ഇത് വാങ്ങിക്കാം. GST ക്രെഡിറ്റ് നോട്ട് GST അപ്ലോഡ് ചെയ്ത് കേസ് നമ്മൾ റിവേഴ്സ് ചെയ്യണം, അല്ലാത്ത കേസ് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. കൊമേഴ്ഷ്യൽ ക്രെഡിറ്റ് നോട്ട് നമ്മൾ GST കോൺട്രിബ്യൂഷൻ കൂടി മാത്രമാണ്. ഞാൻ ഒരു കണക്ക് സൂചിപ്പിച്ചത് രസകരമായത് കൊണ്ട് പറഞ്ഞു തന്നെയുള്ളൂ. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ GSTയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ 500 രൂപക്ക് കൊടുത്ത് 400 രൂപ ആണ് നിങ്ങൾ സിമെന്റ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലിറ്റിഗേഷൻ നിങ്ങൾ ജനറൽ സെയിൽസ് ടാക്സ് ഉണ്ടായ കാലത്തും വാറ്റ് ഉണ്ടായ കാലത്തും അതൊക്കെ അനുഭവിച്ച കുറെ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സുപ്രീം കോടതിയിലൊക്കെ പോയി ഹൈക്കോടതിയിൽ പോയി കേസുകളുമായി നൂലാമാലകളിൽപ്പെട്ട ഒരു വിഷയമാണ്. അത് യഥാർത്ഥത്തിൽ GSTയിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷെ അതിൽ നമ്മുടെ ശ്രദ്ധ ഇല്ലാതെ ജയരാജ് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിചയം അത് ഈ മാസത്തേക്ക്, അതായത് ഡിസംബർ മാസത്തിൽ 22 വരെ ജില്ലാ സമ്മേളനമായതുകൊണ്ടൊന്നും അറിയില്ല, 22 വരെ ഏതായാലും നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ നമ്മൾ നീട്ടി കൊടുക്കുന്ന സമയത്ത് അത് ഓക്കെ, അല്ല എങ്കിൽ വെറുതെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും. അതായത് 50 രൂപ ഡെയിലി നമ്മൾ എടുക്കുന്ന ഫൈനായിട്ട് ലേറ്റ് ഫീ എന്നാണ് അതിന്റെ പേര്. ഒരാൾക്കും ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. അത് ലേറ്റ് ഫീ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി എന്തായാലും നമ്മൾ ശ്രമിക്കണം. അത് ഒരു പ്രധാനപ്പെട്ട വിഷയം. 200 രൂപ വെച്ചാണ് ഫൈൻ ഒരു ദിവസം. മാത്രമല്ല ഈ GSTR 1-നും GSTR 3-ന്റെയും ലേറ്റ് ഫീ എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് 5 കോടിക്ക് താഴെയാണെങ്കിൽ 2000 5,000, 1.5 കോടിക്ക് താഴെയാണെങ്കിൽ 2000 ഒരു മാസത്തേക്ക് മാക്സിമം. അതെല്ലാം 5 കോടിക്ക് മേലെ ആയതുകൊണ്ട് അത് മാത്രം ഞാൻ പറയാം. 10,000 രൂപ മാക്സിമം ഒരു മാസത്തേക്ക് വരുന്നത് ഫൈൻ. അവിടെ നിന്നു, ആ മാസത്തിൽ നിന്നു. രണ്ടാമത്തെ മാസം എന്ന് പറയുന്നത് രണ്ടാമത്തെ മാസം ആ ഡേറ്റ് നമ്മൾ നോക്കി. പക്ഷെ GSTR 9C-ക്കും എന്തില്ല, ഇങ്ങനൊരു ലിമിറ്റ് ഇല്ല. ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 20 കോടിക്ക് മേലെ ടേൺ ഓവറിലെ കേസാണ്. റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നാൽ നമ്മുടെ RC ഒന്നും ക്യാൻസൽ ആവില്ല. ഇപ്പോ പഴയ പ്രശ്നം ഇതുകൊണ്ട് ഒരുപാട് 2-3 കൊല്ലമൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യാത്ത കേസുകളിലൊക്കെ മുമ്പേ ഇതേപോലെ ഒരുപാട് ലേറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് അടക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതങ്ങനെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ 6 മാസത്തിൽ കൂടുതൽ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ അവരുടെ ഓട്ടോമാറ്റിക്കായി സസ്പെൻഡ് ചെയ്യപ്പെടും. ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് RC ക്യാൻസൽ ആവും. അങ്ങനെ അവിടെ നിന്നു. പിന്നീട് അങ്ങോട്ട് നമുക്കൊരു ഫൈൻ വരുന്നൊരു പ്രശ്നം തൽക്കാലം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അല്ല 9 ആ വിഷയമില്ല. നമ്മൾ 9C വിട്ടുപോയാൽ ചിലപ്പോൾ നമുക്ക് നോട്ടീസേ വരണമെന്നില്ല. അങ്ങനെ നമ്മൾ അത് വളരെ ശ്രദ്ധിക്കണം. 9-ഉം 9C-യും എന്തായാലും നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. 9-ഉം 9C ഫയൽ. ഇനി 9 ഫയൽ ചെയ്തു, 9C ഫയൽ ചെയ്തില്ല. 9C എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് 9C എന്ന് പറയുന്നത്. ഇത് രണ്ടും ഡേറ്റ് ഡിസംബർ 31 തന്നെയാണ്. അങ്ങനെ ഞാൻ തന്നെ ഓഡിറ്റ് നടത്തിയൊരു കേസിൽ ഈ 17, 18, 19 മുതൽ 2022-23 വരെ ഓഡിറ്റ് നടത്തിയൊരു കേസിൽ അയാളെല്ലാം 9 ഫയൽ ചെയ്തിട്ടുണ്ട്, 9C ഫയൽ ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് അയാളുടെ ഈ പറയുന്ന ലേറ്റ് ഫീ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് വരും. അപ്പൊ 17, 18 ഫയൽ ചെയ്തിട്ട് 6 കൊല്ലത്തേക്കാവുന്ന സമയത്ത് അതന്നെ 3 ലക്ഷം സംതിങ് ആയി. 18, 19 എല്ലാത്തിനും അങ്ങനെ ആവുന്ന സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 14 ലക്ഷത്തോളം രൂപ വരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്കും ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് നമ്മളൊരു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിയമങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും, നിയമങ്ങൾ ഉണ്ടാവും. നാളെ ആ നിയമം നിങ്ങൾ മാറുകയും കാണും. അതാണ് ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ നമ്മുടെ വിഷയം അത് ശരിയല്ല എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്താൽ നാളെ അത് മാറും. അത് മാറി എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ എന്റെ ഓഡിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അയാളോട് പറഞ്ഞു നമുക്ക് ഏകദേശം ഒരു പിക്ചർ മനസ്സിലാവുന്നതുകൊണ്ട് അതിന് സ്കോപ്പ് ഉണ്ട്. അവർ പറയുന്നതിന് ന്യായമുണ്ട്. ഫയൽ ചെയ്തില്ല. ഓക്കെ, ആ
കേസും ഇപ്പോ ഏറ്റവും 50 ജയ്പൂരിൽ വെച്ച് നടന്ന, രാജസ്ഥാനിൽ വെച്ച് നടന്ന 55ാമത്തെ GST കൗൺസിൽ 9 ഫയൽ ചെയ്തിട്ട് 9C ഫയൽ ചെയ്യാത്ത ആളുകൾക്ക് 9 ഫയൽ ചെയ്ത വരെയുള്ള ലേറ്റ് ഫീ മാത്രം മതിയെന്നും 31/3/2025 മുമ്പിൽ 2022-23 വരെയുള്ള റിട്ടേൺ എല്ലാം 9C ഫയൽ, അതുകൊണ്ട് മുമ്പേ 9 ഫയൽ ചെയ്തിട്ടേ പിന്നെ എനിക്കൊന്നും പറയാനില്ല. 9 ഫയൽ ചെയ്തിട്ട് 9C ഫയൽ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അടിയന്തരമായി 31/3/2025 മുമ്പേ ഫയൽ ചെയ്യണം. ഈ ഞാൻ പറഞ്ഞ ഞാൻ ഓഡിറ്റ് ചെയ്ത അയാൾ അന്ന് പൈസ അടച്ചിരുന്നെങ്കിൽ പൈസ അടക്കാതെ പെൻഡിങ് വെച്ചുകൊണ്ട് അയാൾ ഇപ്പൊ തൽക്കാലം രക്ഷപ്പെടും. ഇനി ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നിരുത്സാഹപ്പെടുന്നതല്ല, ഈ എന്റെ ഉദ്യോഗസ്ഥ നിലയിൽ എന്റെ ജോയിന്റ് കമ്മീഷണർക്ക് ഇരിക്കുമ്പോൾ ഞാൻ പറയാൻ നോട്ടിഫിക്കേഷൻ ഏറ്റവും താഴെ ഉണ്ടാവും, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പേയ്മെന്റ് നടത്തിയത് നോ റീഫണ്ട്. അതുകൊണ്ട് ഇയാൾ അടച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പൈസ പോയി എന്നാണ് കിട്ടൂല, ക്യാഷ് പേയ്മെന്റിന് മാത്രം, അതായത് ടേൺ ഓവർ ഇല്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വല കൂടിയാണ്. പിന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റാണ് ഏറ്റവും കൂടുതൽ കേസ് ഈ ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ GSTR 2A 3B ഈ മിസ്മാച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് അറിയുന്നില്ലായിരുന്നു. നമ്മളെ ഭയങ്കര ഒരു ആഗ്രഹമാണ് എല്ലാ ഡീലേഴ്സും പറയുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മാറ്റണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട് റൈറ്റ് ബട്ട് ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി കൺസെഷൻ. ഇതാണ് പ്രിൻസിപ്പിൾ, അത് നിങ്ങൾ മനസ്സിലാക്കി തീരും. പലപ്പോഴും നമ്മൾ ടാക്സ് കൊടുത്തു, നമ്മൾ ബില്ല് നമ്മുടെ കയ്യിലുണ്ട്, അയാൾ എന്ത് ചെയ്തില്ല, റിട്ടേൺ ഫയൽ ചെയ്യാത്തതുകൊണ്ട് എന്ത് ന്യായം ഇത് എന്ന് സ്വാഭാവികമായും ശരിയാണ്. അത് എന്തുകൊണ്ട് നമ്മളങ്ങനെ ചോദിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. നിയമത്തിൽ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് ഇത് തരണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കണ്ടീഷനൊക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും, അവരെ കിട്ടും. അതാണ് ഞാൻ ഈ പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി കൺസെഷൻ മാത്രമാണ്, അബ്സല്യൂട്ട് റൈറ്റ് അല്ല. നമ്മൾ അബ്സല്യൂട്ട് ഞാൻ ക്യാഷ് പേയ്മെന്റ് കൊടുത്തു എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ഒരു റൈറ്റ് ഇല്ല, അത് നമ്മൾ മനസ്സിലാക്കണം ഒന്ന്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടേണ്ടുന്ന എല്ലാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും നമ്മൾ കൃത്യസമയത്ത് നമ്മൾ സെൽഫ് അസസ്മെന്റ് ആണ് GST. സെൽഫ് അസസ്മെന്റ് പറഞ്ഞാൽ ഞാൻ തന്നെ പറയണം എനിക്ക് ഇത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, നിങ്ങൾ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തു, എലിജിബിൾ ആയ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾ ബില്ല് ഒരു 2 ലക്ഷം രൂപ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാനുണ്ട്, അത് നമ്മൾ അപ്പോൾ ഫയൽ ചെയ്യണം. സാധാരണ കേസിൽ മെയിൽ ഫയൽ ചെയ്യേണ്ടതാണ്, നമ്മൾ വിട്ടുപോയി, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങനെ പറഞ്ഞു, ഈ കൊല്ലം കഴിഞ്ഞു, മാർച്ചും കഴിഞ്ഞു. എന്നാൽ പോലും നമുക്കത് എടുക്കാനുള്ള ഒരു സമയം നമുക്ക് തന്നിട്ടുണ്ട്. അത് നവംബർ 30 വരെയാണ്. ഒക്ടോബർ മാസത്തെ, അടുത്ത വർഷത്തെ ഒക്ടോബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്ത്, അത് നവംബർ 20 ശരിക്കും ഡേറ്റ്, പക്ഷെ നവംബർ 30 വരെ വൈകി പോയിട്ട് എടുത്താലും നിങ്ങൾ അതിനുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായും B2B സപ്ലൈ ആണെങ്കിൽ എന്തെടുക്കണം, ഈ ഇൻവോയ്സും കൂടെ എടുക്കണം. അതിന്റെ സാങ്കേതിക വശത്തിലേക്കും ഞാൻ പോകുന്നില്ല. ഈ B2B ഈ ഇൻവോയ്സ് ഇല്ല എങ്കിൽ അത് എടുക്കാൻ എലിജിബിൾ ആയ ആളാണെങ്കിൽ അയാൾ അത് എടുത്തില്ല എങ്കിൽ മറ്റെന്ത് ഇൻവോയ്സ് കൊടുത്താലും അത് വാലിഡ് അല്ല. അതാണ് റൂൾ 48 പറയുന്നത്. അതുകൊണ്ട് ഈ ഇൻവോയ്സ് എടുക്കേണ്ട ആൾ ഈ ഇൻവോയ്സ് എടുക്കണം. ഇവിടെ ഒരു അപകടം കൂടിയുണ്ട്. ഈ ഇൻവോയ്സ് നമ്മൾ എടുക്കേണ്ട ആളെ നമ്മളെല്ലാം എടുക്കുന്നുണ്ട്, നമ്മൾ വളരെ പെർഫെക്റ്റ് ആണ്. മറ്റൊരു പ്രശ്നമുണ്ട്, ഈ ഇൻവോയ്സ് എടുക്കേണ്ട സപ്ലയർ എടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഇൻവോയ്സ് സപ്ലയർ എടുത്തില്ല എന്ന് ചോദിച്ചു, അപ്പൊ എന്തല്ല, അയാൾ നമുക്ക് തന്നത് വാലിഡ് ഇൻവോയ്സ് അല്ല, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടൂല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടൂല. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്കിപ്പോ സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും അയാൾ ഈ ഇൻവോയ്സ് എടുക്കേണ്ട ആളാണോ അല്ലയോ എന്ന്. ഏത് കോമൺ സിറ്റിസനെ മനസ്സിലാവുന്ന രീതിയിലാണ് സംവിധാനം ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ സപ്ലയർ ഈ ഇൻവോയ്സ് അല്ല നമുക്ക് തരുന്നതെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ വളരെ കുറവായിരിക്കും സിമെന്റിൻ്റെതായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ ഇൻവോയ്സ് നിർബന്ധമായി കുറെ ആളുകൾ വാശി പിടിക്കുന്ന സംഭവമാണ്. നമ്മൾ നല്ലൊരു ബെൻസ് കാറൊക്കെ വാങ്ങിച്ചു, നമ്മൾ ഉപയോഗിക്കുന്നത് ബിസിനസ്സിന് തന്നെ, ഒരു സംശയവുമില്ല. ചിലപ്പോൾ മാത്രം നമ്മുടെ പ്രൈവറ്റ് ആവശ്യത്തിന് ഉപയോഗിക്കും, അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയില്ല. അത് നമ്മുടെ സെക്ഷൻ 75 ബ്ലോക്ക് ക്രെഡിറ്റിൽ പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി എഴുതുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കമ്പനീന്റെ പേര് എടുക്കുമ്പോൾ നമ്മുടെ 2B എല്ലാം വന്നിട്ടുണ്ടാവും. STP1 വേണമെങ്കിൽ അറിയാതെ എടുത്തിട്ടുണ്ടാവും. ഒരു കാരണവശാലും നമ്മൾ അത് എടുക്കരുത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വെച്ചാൽ സകലം എന്ന വാക്കിന് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രളയം വന്ന സമയത്ത് 2018 പ്രളയം വന്ന സമയത്ത് അവരുടെ എല്ലാം നശിച്ചുപോയി, വെള്ളത്തിൽ നശിച്ചുപോയി. അപ്പൊ ഒന്ന് സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് അയാളുടെ എത്രയോ ലക്ഷം അടക്കണമെന്ന് പറഞ്ഞ് കൊടുത്തു.
ഏത് നിയമപ്രകാരം സെക്ഷൻ 17(5) ബ്ലോക്ക് ക്രെഡിറ്റിൽ പറയുന്നുണ്ട്, ഗിഫ്റ്റ് ആയാലും അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ആയാലും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന്റെ ഒക്കെ ഇൻപുട്ട് ടാക്സ് എടുത്ത് റിവേഴ്സ് ചെയ്യണമെന്നാണ് നിയമം. കത്തിപ്പോയത് അത് നമ്മൾ പ്രളയത്തിലായാലും നശിച്ചു പോയി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ഓഫ് ചെയ്യും. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് ഇൻപുട്ട് ടാക്സ് എടുത്ത് നമുക്ക് എലിജിബിലിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിൽ വളരെ ശ്രദ്ധിക്കണം. അതേ സമയത്ത് ചില ആളുകൾ 2 രൂപക്കും 3 രൂപക്കും വിറ്റതായിട്ട് കാണിച്ചു. അങ്ങനെ ഉണ്ടല്ലോ സാർ, അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും, വെച്ച് കിട്ടും. മറ്റു ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അയാൾ ആ സാധനങ്ങളെല്ലാം സെയിലായിട്ട് കാണിച്ചു 2 രൂപ. അയാൾക്ക് നിയമപ്രകാരം ബ്ലോക്ക് ക്രെഡിറ്റിൽ പെട്ടില്ല, അയാൾ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല, പകരം ചെയ്തു. അത് മോശമായതുകൊണ്ട് നഷ്ടപ്പെട്ടതായിട്ട് ഡിസ്ട്രോയ് ആയിട്ടില്ല, ഇൻഷുറൻസ് കിട്ടുന്നത് നഷ്ടപ്പെടുകയും ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ ഡിസ്പ്യൂട്ട് ആയി കിടക്കുന്ന വിഷയം ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നെ ബിസിനസ് ആകുമ്പോൾ എല്ലാം ആണല്ലോ, GST മാത്രമല്ലല്ലോ. GST ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് വേറെ കിട്ടുന്ന ബെനിഫിറ്റുകൾ നഷ്ടപ്പെടാതെ ഇരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സെക്ഷൻ 16(4) പറഞ്ഞൊരു നിയമം നമുക്കുണ്ട്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നേരത്തെ ഞാനിപ്പോ പറഞ്ഞ നവംബർ 30. നേരത്തെ സെപ്റ്റംബർ മാസത്തിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതോ ആനുവൽ റിട്ടേൺ എപ്പോൾ ഫയൽ ചെയ്യുന്നതോ ഏത് ആദ്യം വരുന്നു എന്നുള്ളതായിരുന്നു. അതായത് ഒക്ടോബർ 20 നേരത്തെ ശരിക്കുള്ള ഡ്യൂ ഡേറ്റ്. അത് നീട്ടിയിട്ടൊക്കെ കൊടുത്തു. 2017-18 ഫെബ്രുവരി മാസം 2020 വരെ നീട്ടി കൊടുത്തു. ചില ആളുകൾ എന്ത് ചെയ്തു? GST വന്നതുകൊണ്ട് ഒരു റിട്ടേൺ ഫയൽ ചെയ്തില്ല. അതിനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ റെപ്രസെന്റേഷൻ നമ്മൾ പുറകോട്ട് പോവാതെ, പക്ഷെ അതിലും ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു സെന്ററിൽ അടച്ച ആളുകൾ റീഫണ്ട് ഇല്ല എന്നുള്ളത് അതൊരു സങ്കടകരമാണ്. അങ്ങനൊരു വിഷയം കൂടിയുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, അത് ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞ ഇളവ് പറഞ്ഞുകൊണ്ടതിന്റെ അർത്ഥം എന്താണ്? കോടതി അടക്കം അംഗീകരിച്ച സംഭവം ഇനി ആ ഇളവ് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ആ ഡേറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ വിഷയം സ്ക്രൂട്ടിനി ആയാലും ഓഡിറ്റ് ആയാലും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എലിജിബിൾ ആയ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ടോ, റീഫണ്ട് ഇല്ലാത്ത റീഫണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നോക്കി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെ മേലെ നിങ്ങൾ വെട്ടിച്ച നികുതി എന്ന് ഞാൻ പറയുന്നത് ശരിയുള്ളതല്ല, നിങ്ങൾ അടക്കേണ്ടുന്ന നികുതി അടക്കാതെ പോയത് എത്രയാണെന്ന് കണക്കാക്കി ആ എമൗണ്ട് അടക്കണം വിത്ത് ഇൻട്രസ്റ്റ്. പിന്നെ 2 തരത്തിലുള്ള സെക്ഷനാണ് നിയമപ്രകാരം. കാരണം എന്താ വെച്ചാൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട നീട്ടി കൊടുത്ത ഡേറ്റിന് പോലും അയാൾ ചെയ്യാത്തതുകൊണ്ട് സെക്ഷൻ 16(4) പ്രകാരം അയാൾക്ക് അവകാശമില്ല. അയാളെ വെച്ച് ചെയ്തയാൾ അതിനേക്കാളും ഗംഭീരമായി ചെയ്തു. എന്നാൽ പിന്നെ അന്നേരം തന്നെ 2018-19 ചെയ്യാം. അതും ചെയ്തില്ല. അത് ഒരു 3 മാസം കഴിച്ചു. അപ്പോഴേക്ക് എന്ത് ചെയ്യും? 18-19 കഴിയും. അങ്ങനെ അയാൾ 1.5 കോടിയിലധികം ടാക്സും അതിന് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, 18% വെച്ചിട്ട് നമ്മൾ ഇതുവരെ നോക്കുന്ന സമയത്ത് അതിനേക്കാളും ഇൻട്രസ്റ്റ് ആയി. എല്ലാം കൂടി 2-3 കോടി അയാൾ അടക്കണം. അപ്പീൽ ഫയൽ ചെയ്യണമെങ്കിൽ 10% അയാൾ അടച്ചാൽ മാത്രമേ അയാൾക്ക് അപ്പീൽ ഫയൽ ചെയ്യാൻ. അന്നേരം നമുക്ക് മാനസികമായി അയാളെ ഇപ്പൊ ജയരാജ് അടക്കമുള്ള ജയരാജ് വരുന്നതിന് മുമ്പെയാണ് ആ ഇഷ്യൂ വന്നത്. രണ്ടാമത്തെ കേസ് ജയരാജ് ഉണ്ടാകും 2017-18 ഫെബ്രുവരി 5 ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ 2020 വരെ സമയം. 2017-18 2020 ഫെബ്രുവരി വരെ ഒരു റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്നുള്ളതാണ്. അതായത് ശരിക്കും ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്, ബിസ്ക്കറ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. എല്ലാം അത്രയധികം സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് പോലും എന്താ സംഭവിക്കുന്നത് നമുക്ക് തിരിയാത്തൊരു സമയത്തേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പൊ തന്നെ ആ കമ്മീഷണർ പറഞ്ഞ ഓരോ വാക്കും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം മുന്നേറ്റ പോലെ ഒരു ഓഫീസറെ വിളിച്ചു പറയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടൊരു ലെറ്റർ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. പകരം ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം അത്രയും അടുപ്പിച്ചിട്ടതിലൂടെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനിയിൽ കിട്ടാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് തന്നെ നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു. അതിന് നമുക്ക് പറയാനുള്ള ഒരു മീഡിയ അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പൊ പെന്നാ സിമെന്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം. എല്ലാവർക്കും ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തതാണ്. 3-4 മാസത്തോളം GST റിട്ടേൺ സമർപ്പിക്കാത്ത ഒരു കമ്പനിയായിരുന്നു പെന്ന. അതാത് സമയത്ത് കറക്റ്റ് സമയത്ത് സംഘടന ഇടപെടുകയും ഗോകുൽജി അടക്കം നമ്മൾ ഹൈദരാബാദിൽ പോയി ഒരു കമ്പനിയുടെ ഹെഡ്ക്വാർട്ടറിലേക്കാണ് നമ്മുടെ സംഘടന കയറിച്ചിരുന്നത്. നമുക്ക് സംഘടനയുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇവിടുന്ന് നാലങ്ങാട് പോയി അവരെ ഹെഡ്ക്വാർട്ടറിൽ പോയി അവരോട് സംസാരിച്ച് 3 ദിവസത്തിനുള്ളിൽ എല്ലാ GST പേയ്മെന്റും അവർ അടച്ചു. ഇനിയിപ്പോ നമുക്ക് ലഭിക്കാനുള്ള GST റിട്ടേൺസും വഴി അവർ ഇതുവരെ ഇട്ടില്ല. അതും ഇപ്പോൾ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 1 വീക്കിനുള്ളിൽ നിന്നുള്ള ഡീലർമാർക്ക് ലഭിക്കും. അതിന് അഷുറൻസ് കഴിഞ്ഞ ദിവസം ജയപാൽ സാർ തന്നിട്ടുണ്ട്. കുറെ ഡീലർമാർ 2 വർഷം 3 വർഷം മുന്നേ
ബാബറെ, ഇവിടെ മുഖ്യാതിഥിയായ നമ്മുടെ ആരാധന സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സെബാസ്റ്റ്യൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത രാവിലെ ഉദ്ഘാടനം നടത്തിയ വ്യാപാര വ്യവസായ കോൺഗ്രസ് സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ആരാധന ശ്രീ രാമേശ്വരി, അതുപോലെ ഇവിടെ വേദിയിലുള്ള പുതിയ വർഷത്തെ 2 പുതിയ ഭാരവാഹികൾ, എല്ലാവർക്കും എന്റെ നമസ്കാരം. പ്രിയപ്പെട്ട സിമന്റ് വ്യാപാരികൾ, സമയം അതിക്രമിച്ചിരിക്കുന്നു. സമയം വളരെ എന്താ പറയുക, വളരെ ടൈറ്റ് ഷെഡ്യൂളിലാണ് നിൽക്കുന്നത്. 1-2 കാര്യങ്ങൾ മാത്രം എനിക്കൊരു അഭിപ്രായമുള്ളത്, നമ്മുടെ സംഘടനയുടെ പുതിയ രക്ഷാധികാരികളായിട്ട് ഒന്ന്, ഇപ്പൊ കാലാവധി കഴിഞ്ഞ നമ്മുടെ ടേം വിജയകരമായി പൂർത്തിയാക്കിയ ശ്രീ സുരേഷ്, അതുപോലെ തന്നെ ശ്രീ കുഞ്ഞത്തുള്ള ആദി, നമ്മുടെ സ്റ്റീൽ ഇന്ത്യ, ഇവർ 2 പേരെയും മുഖ്യ രക്ഷാധികാരികളാക്കി നമ്മൾ ഈ യോഗം അംഗീകരിക്കണമെന്ന് ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കാം. അസോസിയേഷൻ സിമന്റ് അസോസിയേഷൻ എന്ന സംഘടനയായി രംഗത്ത് വന്നപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഞാനും അത് സജീവമായി പങ്കെടുത്തു. ഗോകുൽസ്വാമി, പിന്നെ സുരേഷ്, രവിയേട്ടൻ, അങ്ങനെ ഒരു 20 വർഷത്തെ ഒരു പ്രയത്നം കേരളത്തിലെ മറ്റ് ജില്ലകളെ പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും നമുക്കിതിനെ ശക്തിപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു സമയത്ത് കാസർഗോഡ് നിന്ന് നമ്മളെ മഞ്ജുസ്വാമിയെല്ലാം കയറുന്ന ട്രെയിനിൽ കയറി എന്ന് പറയുമ്പോൾ തന്നെ ആവേശം മൂക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു സിമന്റ് അസോസിയേഷനിൽ. ഇന്ന് നമ്മളെ ഫൗണ്ടർ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നല്ലോ. അങ്ങ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഘടന എത്രമാത്രം ശക്തിപ്പെട്ടു എന്നുള്ളതാണ്. ഒരുപാട് പ്രയാസങ്ങൾ ഈ സംഘടനയിൽ CNF ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജന്റ്, ഹോൾസെയിൽ വ്യാപാരികളുണ്ട്, റിട്ടെയിൽ സിമെന്റ് വ്യാപാരികളുണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്നിലല്ല ഒന്ന് എല്ലാവരും ഒരു പ്രയാസത്തിൽ ഉള്ള സമയം ഇപ്പൊ നിലവിൽ. ഇങ്ങനെയുള്ള ഒരു സംഘടനാ മീറ്റിങ്ങിലെല്ലാം നമ്മളെല്ലാവരും സംബന്ധിക്കുമ്പോൾ നമ്മൾ പരസ്പരം അറിയുന്നു, കാണുന്നു. ഇവിടെ ഇപ്പോൾ ഓരോ വ്യക്തിക്കും, ഓരോ മെമ്പറിനും നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എത്രയധികം സിമെന്റ് വ്യാപാരികൾ ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും പരോക്ഷമായി കൂലി, ജോലി വാടക, അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന നാനാ വിധത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മളിവിടെ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത് നല്ലൊരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ നിർബന്ധമായിട്ട് വളരെ വിലപിടിപ്പുള്ള ക്ലാസ് തന്നെ ഞാൻ പറയാം. പിന്നെ അദ്ദേഹത്തെ പോലെ ഒരാളെ ഇവിടെ കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു സിമന്റ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വന്നിരിക്കുന്നത് ഭയങ്കര അഭിമാനമാണ്. അതില് അതേപോലെ തന്നെ മനുസാർ അല്ലെ, ഒരുപാട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പല വണ്ടികൾ പിടിക്കുമ്പോൾ ആദ്യം വിളിക്കുന്ന പേര് ഞങ്ങൾ മനസ്സറിഞ്ഞാണ്. അപ്പോ ടെക്നിക്കലായിട്ട് എപ്പോഴും പ്രശ്നം വന്നപ്പോൾ മുപ്പത് ഞങ്ങൾക്ക് അളവ് തന്നിട്ടുണ്ട്. അപ്പോ അല്ല, യൂസ്ഫുൾ അല്ലേ ഇന്നത്തെ ഈ ദിവസം? എങ്ങനെയുണ്ട്? നിങ്ങളൊരു ഫീഡ്ബാക്ക് പറഞ്ഞേ. യൂസ്ഫുൾ അല്ലേ? നിരവധി സിമന്റ് അഭിവൃദ്ധി പ്രവർത്തിച്ച പ്രിയങ്കരമായ ഇതുപോലെ
സാഹചര്യമുള്ളതിനാൽ അത് അനുവദിക്കാൻ പാടില്ല. കൂടാതെ ഈ ചർച്ചയിൽ സിമന്റ് മേഖലയുമായി ബന്ധപ്പെട്ടവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചർച്ച നടത്താനുള്ള നടപടികൾക്കായി കേരള വ്യാപാരി വ്യവസായി കോൺഗ്രസ് സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും കൂടിയായ ശ്രീ കെ അഹമ്മദ് സുദൈഫ് അവരുടെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അതുപോലെ നമുക്ക് ചെക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ആളുകളാണ്. കാരണം 1% എന്ന് പറയുമ്പോൾ $550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.